നമസ്കാരം, ഈവനിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. യുകെയിൽ കൗൺസിൽ ടാക്സ് പണപ്പെരുപ്പ നിരക്കിന്റെ 3 ഇരട്ടിയോളം വർദ്ധിപ്പിക്കാൻ കെയർ സ്റ്റാർമർ അനുമതി നൽകിയതോടെ 10-ൽ ഒരാൾ വീതം 3000 പൗണ്ട് വീതം ടാക്സ് ബിൽ അടയ്ക്കേണ്ടതായി വരും. നിലവിലുള്ള 5% ക്യാപ്പ് നിലനിർത്തുകയാണെങ്കിൽ ഏപ്രിലോടെ ഒരു ശരാശരി വീടിന് നൽകേണ്ട നികുതിയിൽ 109 പൗണ്ട് വർധനമുണ്ടായി നികുതി 2280 പൗണ്ട് ആകും. യുകെയിലെത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് പരമാവധി 2 വർഷത്തിനുള്ളിൽ പെർമനന്റ് റെസിഡൻസി എന്ന ആവശ്യം ഒരിക്കൽ കൂടി പാർലമെന്റിലെത്തുന്നു. മുൻപ് കൺസർവേറ്റീവ് ഭരണകാലത്തും ഈ ആവശ്യം പാർലമെന്റിൽ ചർച്ച ചെയ്തിരുന്നുവെങ്കിലും നയമാറ്റം നടക്കാതെ പോവുകയായിരുന്നു. 1 ലക്ഷം പേര് ഒപ്പിട്ട പരാതിയാണ് സാധാരണയായി പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുന്നത്. എങ്കിലും ഇപ്പോൾ 52,692 പേര് ഒപ്പിട്ട പരാതിയാണ് ചർച്ചയ്ക്ക് എടുക്കുന്നതെന്ന് ആഷ്ഫോർഡ് എംപിയും മലയാളിയുമായ സോജൻ ജോസഫ് വ്യക്തമാക്കി. ബ്രിട്ടനിൽ മഞ്ഞുവീഴ്ച തുടരുന്ന സാഹചര്യത്തിൽ മെറ്റ് ഓഫീസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകളുടെ കാലാവധി വീണ്ടും നീട്ടിയിരിക്കുന്നു. പ്രധാനമായും രാജ്യത്തിന്റെ വടക്കൻ പ്രദേശങ്ങളെയാകും ശൈത്യകാല കാലാവസ്ഥ ആദ്യം ബാധിക്കുക. ക്രമേണ അത് തെക്കോട്ട് വ്യാപിക്കും. ഇന്നലെ ഉച്ച മുതൽ തന്നെ ബ്രിട്ടന്റെ പല ഭാഗങ്ങളിലും നിലവിൽ വന്ന യെല്ലോ വാർണിംഗ് ചൊവ്വാഴ്ച രാവിലെ 10 മണിവരെ പ്രാബല്യത്തിൽ ഉണ്ടാകുമെന്ന് മെറ്റ് ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന്റെ 2024 വാർഷിക പൊതുയോഗവും അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ട്രസ്റ്റിമാരുടെ തിരഞ്ഞെടുപ്പും ഡിസംബർ 21 രാവിലെ 10 മണിക്ക് കെവൻട്രിയിലെ ടിഫിൻ ബോക്സ് റെസ്റ്റോറന്റിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ച വിവരം ചാരിറ്റി ചെയർമാൻ സാബു ചുണ്ടക്കാട്ടിൽ അറിയിച്ചു. ഈ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിക്കുന്നതിന് പുറമെ പുതിയ ട്രസ്റ്റിമാരെ തിരഞ്ഞെടുക്കുക എന്നതുമാണ് പൊതുയോഗത്തിലെ പ്രധാന അജണ്ടയെന്ന് സാബു അറിയിച്ചു. യുകെയിൽ ആലപ്പുഴ സ്വദേശിയായ മലയാളി നഴ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബ്രാഡ്ഫോർഡ് റോയൽ ഇൻഫോർമറി ഹോസ്പിറ്റൽ ജോലി ചെയ്തിരുന്ന വൈശാഖ് രമേശാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ഡോക്ടർ ഹരിണി അമരസൂര്യ വീണ്ടും ശ്രീലങ്കൻ പ്രധാനമന്ത്രി. കൊളംബോയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അനുരുകുമാര ദിസനായകെ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രസിഡന്റും പ്രധാനമന്ത്രിയും അടക്കം 22 പേർ അടങ്ങുന്ന മന്ത്രിസഭയാണ് ചുമതല ഏറ്റെടുത്തത്. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ മന്ത്രിയുമായ കൈലാഷ് ഗെഹ്ലോട്ട് BJPയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന്റെയും മറ്റ് BJP നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് വെച്ച് ഗെഹ്ലോട്ട് അംഗത്വം സ്വീകരിച്ചു. ഡൽഹിയിലെ വായു മലിനീകരണത്തിൽ ഡൽഹി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. മലിനീകരണം നിയന്ത്രിക്കുന്നതിന് സർക്കാർ എന്ത് നടപടികളാണ് എടുത്തതെന്നും കോടതി ചോദിച്ചു. മുതിർന്ന വിദ്യാർത്ഥികളുടെ റാഗിങ്ങിനിരയായ MBBS വിദ്യാർത്ഥി മരിച്ചെന്ന് പരാതി. ഗുജറാത്തിലെ ധാർപൂർ പഠാനിലുള്ള GMERS മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽസിന്റെ 1ാം വർഷ വിദ്യാർത്ഥി അനിൽ മെധാനിയാണ് മരിച്ചത്. റാഗിങ്ങിന്റെ ഭാഗമായി അനിലിനെ 3 മണിക്കൂർ തുടർച്ചയായി നിർത്തിച്ചെന്നും പിന്നീട് കുഴഞ്ഞു വീണെന്നുമാണ് ആരോപണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF ചരിത്ര വിജയം നേടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ചേലക്കരയിൽ LDF വിജയം നേടുമെന്നും വയനാട് നില മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈവനിംഗ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.